അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 24 മണിക്കൂർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം നിനക്ക് ലഭിക്കട്ടെ. നിൻ്റെ കഴിവോ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കട്ടെ. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ വിഷമിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത്, ചിലപ്പോൾ കുടുംബപരമാകാം, ചിലപ്പോൾ സാമൂഹികമാകാം, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളാകാം, വഴക്കുകളാകാം, അങ്ങോട്ട് ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം. ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയാ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അന്ന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പല പേടികളുണ്ട്, കർത്താവ് പല പേടിയുണ്ട്. ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്, വ്യക്തികളെ പേടിക്കുന്നവരുണ്ട്, വിഷയത്തെ പേടിക്കുന്നവരുണ്ട്, ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർക്ക് തീയതികളെ ഒന്നിനെയും പേടിക്കേണ്ടെന്ന് കരുതി നീ പറഞ്ഞിട്ടുണ്ട്. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അളിച്ച കർത്താവേ, നിന്നെ മാത്രം പേടിച്ച് ബാക്കി എല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപ്പോസ്തികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുക. ആമേൻ.